ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശങ്കർ ഫാക്ടറിയുടെ പാർക്കിങ്ങിലാണ്. നമ്മൾ ലോഡ് കയറ്റിയിട്ട് വന്ന് പാകിട്ടുന്ന സ്ഥലമാണത്. എൻട്രിയും ഔട്ടറും ഇവിടാണ്. നമ്മൾ പാർക്കിങ് ചെറിയ വണ്ടികളും വലിയ വണ്ടികളും എല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ലോഡ് എടുക്കാൻ വന്നിട്ടേ ഉള്ളൂ, ലോഡായിട്ടില്ല. ARSൻ്റെ വണ്ടി ലോഡായിട്ട് പായ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പായ കെട്ടി അപ്പുറത്തിട്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ലോഡായിട്ട് ഇറങ്ങിയായിരുന്നു. गाइस துரையண்ணா மேலே நிற்காரு, பாய் கட்டிட்டு இருக்காரு. நல்லா தான் பாய் கட்டுறாரு, பரவாயில்ல. காசு தான் நிறைய வாங்குறாங்க, பார்த்துக்குவாங்க இவங்களெல்லாம். சாப்பிட்டு இப்போ தான் வந்தேன். சூம் பண்ணணும் உங்களை. നമ്മൾ ലോഡ് കയറ്റിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്ന് പാകെട്ടിൻ്റെ പൈസ കൊടുത്തില്ല. വണ്ടിയെ വെളിയിൽ എടുത്തിട്ടിട്ട് പോയതാണ്. അപ്പം പൈസയും മേടിച്ച് കൊടുത്ത് ബില്ലും മേടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് യാത്രയാവണം. പണ്ണന്മാരുടെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ വണ്ടി ലോഡായി അപ്പുറത്ത് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ടാറ്റയുടെ വണ്ടിയാണ് കേസ് ഇത്. ARS ഗാഡി, അടിപൊളി വണ്ടി. 12 കിലോയാണ്. പാകെട്ടി തീരാറായി. നമ്മുടെ വണ്ടി കുട്ടപ്പനായിട്ട് പായ കെട്ടി അപ്പുറത്ത് വെയിറ്റിങ്ങിലാണ്. ഒരുപാട് ലോക്കൽ വണ്ടികൾ കിടപ്പുണ്ട്. ലോക്കൽ വണ്ടികൾ മൊത്തം പോളിത്തീൻ കയറ്റാൻ വന്നിരിക്കുന്നതാണ്. ശങ്കർ പോളിത്തീൻ എന്ന് പറയും. തമിഴ്നാട് കൂടുതലും സെയിലാകുന്ന സിമെൻറ്റാണത്. ലാമിനേഷൻ, ശങ്കർ ലാമിനേഷൻ എന്ന് പറഞ്ഞ സിമെൻറ്റ് നമുക്കാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ ഒരു കോഡ് ഭാഷയാണ് ലാമിനേഷനും പോളിത്തീൻ എന്നും പറയുന്നത്. പോളിത്തീനാണ് തമിഴ്നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ലാമിനേഷനാണ്. ഇപ്പോൾ 2 ബ്രാൻഡാണ് ഗൈസ് ഒരേ കമ്പനിയിൽ ഓടുന്നത്. അൾട്രാടെക് വേറെ ഉണ്ട്. അൾട്രാടെക് പോളിത്തീനുണ്ട്, ലാമിനേഷനുണ്ട്. അങ്ങനെ ആ ലോഡ് നമുക്ക് വൈക്കത്തായിരുന്നു ഗൈസ്. വൈക്കത്ത് നമ്മൾ ഫസ്റ്റ് വണ്ടിയായിട്ട് എത്തി. രാവിലെ നമ്മുടെ വിശ്വംഭരണ്ണനും എത്തി. ഞാൻ കയറ്റി ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് വിശ്വംഭരണ്ണൻ ലോഡ് കയറ്റിയത്. അതുകൊണ്ടാണ് താമസിച്ചത് എത്താൻ. അല്ലെങ്കിൽ പുള്ളി എവിടെ റെസ്റ്റ് പോലും എടുക്കത്തില്ല, ഓടി ഇങ്ങെത്തും. പഴയ ഡ്രൈവറാണ്, പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നമ്മളെക്കാട്ടിയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. പാവം പുള്ളിയാണ്. ഇവിടെ കുളമൊക്കെ ഉണ്ട് ഗൈസ്. വൈക്കം മഴയൊക്കെ പെയ്ത് ചെളിയായിട്ട് കിടക്കുകയാണ്. കാരണം പുതിയ ടാർപ്പൊക്കെ കെട്ടി അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചേക്കാണ് വണ്ടി. മഹീന്ദ്രയുടെ വണ്ടിയാണ് 14 വീല്. അത് ടർബോയാണ്. ടർബോ 3 സ്വിച്ചാണ്. സ്വിച്ച് ഇട്ട് ഓടിക്കണം. നിരപ്പത്തും കയറ്റത്തും എല്ലാം ഓരോ സ്വിച്ച് ഇടണം ഗൈസ്. ഇതാണ് നമ്മുടെ വിശ്വംഭരണ്ണൻ്റെ മഹീന്ദ്ര വണ്ടി. അൾട്രാടെക്കിൻ്റെ വൈക്കം ഗോഡൗണിലാണ് നമ്മളിപ്പോൾ. ഇവിടെ സ്പേസ് കുറവാണ്, സ്ഥലമില്ല. ഒരു ഇടുങ്ങിയ സ്ഥലമാണ് ഗൈസ്. നമുക്ക് വണ്ടിക്കാർക്ക് ഒരു സൗകര്യങ്ങൾ കുറവാണ്. കുളിക്കാനായാലും ബാത്റൂമിൽ പോകാനായാലും ബാത്റൂമൊക്കെ ഉണ്ട്, എങ്കിലും കുളിക്കാനൊന്നും ഒരു സൗകര്യമില്ല ഗൈസ്. നമുക്ക് ഇത്ര യാത്ര ചെയ്ത് നമ്മൾ വരുമ്പോൾ നല്ലൊരു സെറ്റപ്പ് വേണം, എന്നാലേ നമുക്ക് ഓക്കെ ആവും. അങ്ങനെ നമ്മൾ ലോഡ് ഇറക്കിയതിന് ശേഷം നേരെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ടയർ പണിയുന്നു ഗൈസ്. റൈറ്റ് സൈഡിൽ നമ്മുടെ സെക്കൻഡ് ആക്സിൽ റൈറ്റ് സൈഡിൽ ടയർ പഞ്ചറായി. നമ്മുടെ ശംനാഥ് അളിയനപ്പോൾ അതുവഴി ലോഡുമായിട്ട് വന്നു. അങ്ങനെ നമ്മളെ കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പിടിച്ച് മാറ്റിയിട്ട് അളിയൻ ജാക്കിയൊക്കെ എടുത്ത് അതിൻ്റെ കീഴിൽ വെച്ച് സെറ്റ് ചെയ്യാണ് കേസ്. സെക്കൻഡ് ആക്സിലായതുകൊണ്ട് 2 ജാക്കി വെക്കാതെ ഒരു രക്ഷയില്ല, കുത്തി നിൽക്കുകയാണ് കേസ്. എന്തേലും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം കറക്റ്റ് നമ്മുടെ ജാക്കി വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ശവനാളി അതിൽ കുത്തി ഇടിച്ച് കയറ്റി സംഭവം പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കാൻ തുടങ്ങുകയാണ്. ലിവർ വെച്ച് സെറ്റ് ചെയ്ത് അടിച്ച് പൊക്കണം ഇനി. പിന്നെ ലോഡില്ലാത്തതുകൊണ്ട് MT ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഒരുപാട് ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ചെറിയ പരിപാടിയല്ല ഗൈസ്. ചെയ്യുമ്പോഴേ അതിൻ്റെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ശവനാളിയൻ തന്നെ ചാടി എൻ്റെ അടിയിൽ കയറി എല്ലാം ചെയ്യണം. നമ്മളെ ചങ്കാണ്. ശവനാളിനെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ശവനാളിയൻ നമ്മുടെ ചങ്ക് കൂട്ടുകാരനാണ്, കൊല്ലംകാരനാണ്. പ്രോപ്പർ കൊല്ലമാണ് ശവനാളിയൻ്റെ വീട്. ഞാനും കൊല്ലംകാരൻ തന്നെ. ഞങ്ങൾ പുല്ലൂർ, ശവനാഥ് കൊല്ലം, പ്രോപ്പർ കൊല്ലം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ ടയർ എങ്ങനെയും നമുക്ക് അഴിച്ചെടുത്ത് ഒരു ജാക്കിയിൽ പൊക്കി നിർത്തിയിട്ട് കട്ട വെച്ച് വേറൊരു ജാക്കി വെച്ച് പൊക്കേണ്ട അവസ്ഥ വരും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. അതല്ലാതെ തന്നെ നമ്മുടെ ശംനാഥ് അളിയൻ എല്ലാം ഓക്കെ ആക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലിഫ്റ്റ് വീലിൽ നിന്നുള്ള ടയർ എടുത്ത് ഫ്രണ്ടിലിട്ടിട്ട് സ്റ്റെപ്പിനെ എടുത്ത് ലിഫ്റ്റ് വീലിൽ ഇട്ടാലോ എന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം അത് ഊരിയെടുക്കാം. ഊരിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ടയർ
ഏകദേശം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്റ്റെപ്പിനെ നമ്മൾ ഊരി എടുത്തുകൊണ്ട് വന്നു. സ്റ്റെപ്പിനെ തന്നെ എടുത്തിടാനുള്ള തീരുമാനത്തിൽ ഞങ്ങളെത്തി. അങ്ങനെ സ്റ്റെപ്പിനെ ഊരി സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഈ ടയർ ഊരിയാൽ ഉടനെ നമ്മൾ സ്റ്റെപ്പിനെ കയറ്റിയിട്ട് പോകുന്നതായിരിക്കും. ലോഡില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സ്റ്റെപ്പിനിയുടെ ആവശ്യമുള്ളൂ. സ്റ്റെപ്പിനി ഒന്നും നല്ല ടയറല്ല എങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് ഓടി നിൽക്കാന്നേ ഉള്ളൂ. ലോഡും പുറത്ത് നമുക്കൊരിക്കലും സെക്കൻഡ് ആക്സിൽ റൈറ്റ് സൈഡിൽ സ്റ്റെപ്പിനി ടയർ എടുത്തിട്ട് പോകാനും പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ലൊരു ഡമ്മി ടയറിൽ നിന്നോ അല്ലെങ്കിൽ ലിഫ്റ്റ് വീല് നല്ലതാണെങ്കിൽ അതിൽ നിന്നോ ഊരിയിടണം. എന്നിട്ട് ആ ഊരിയിടുന്ന സ്ഥാനത്ത് സ്റ്റെപ്പിനി എടുത്തിട്ടാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പുറത്തൊന്നും ഒരു പരിപാടിയും നമുക്കില്ല. നമ്മൾ തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. പുറത്തുനിന്ന് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ജാക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ചന്ദ്രനാളി ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ടയറൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത ലോഡ് നമ്മൾ അടുത്ത ലോഡ് പാലയ്ക്കാണ് നമുക്ക് അൾട്രാടെക് ലോഡ് കിട്ടിയത്. പാലയ്ക്ക് നമ്മളെത്തിയപ്പോൾ ഒരു കേരള രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടായിരുന്നു. കേരള രജിസ്ട്രേഷൻ എറണാകുളത്തു നിന്ന് വരുന്ന ലോഡാണ്. എറണാകുളത്തു നിന്ന് വരുന്ന ലോഡ് ഒരു 50-55 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഓടിയെത്താൻ കഴിയും. ഞങ്ങൾക്ക് 200 കിലോമീറ്റർ കൂടുതലുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഓടിയെത്താൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ ആര്യങ്കാവ് തെന്മല എല്ലാം ഹൈ റേഞ്ച് കയറി മണിമല എല്ലാം കയറ്റമാണ് ഗൈസ്. ഓടിങ്ങെത്തുമ്പോഴത്തേക്ക് സമയമാവും. അങ്ങനെ നമ്മൾ രണ്ടാം വണ്ടിയായിട്ട് നമ്മുടെ വണ്ടി പിടിച്ചു. മൂന്നാം വണ്ടിയായിട്ട് ARSൻ്റെ ഒരു വണ്ടിയുണ്ട്. ARSൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ് ഗൈസ്. സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ARSൻ്റെ വണ്ടി ശരിയാക്കിയതിന് ശേഷമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് ചെളിയിലേക്ക് അങ്കപ്പൂരിന് ഇറങ്ങി ഗൈസ്. ഇതാണ് ഗൈസ് പാലാ ഗോഡൗണിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഏകദേശം സ്റ്റഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് ഈ അവസ്ഥയിലായിരുന്നു. ചെളി പിടിച്ച് മഴ സമയമായതുകൊണ്ട് ദുരിതമാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു. ഈ സിറ്റുവേഷനിൽ എന്താ പറയുക. പക്ഷെ ഗോഡൗൺ അടിപൊളിയാണ്. പല സൈഡിലൊരു അടിപൊളി തോടുണ്ട്. അവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ ഈ ചെളിയാണേ ഉള്ളൂ ഒരു പ്രശ്നം. ഇതിനകത്ത് ചവിട്ടി നടക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. അല്ലാതെ വലിയ പ്രശ്നമില്ല. പിന്നെ ഗോഡൗണിൽ പടപട ഇറക്കി തീർന്ന ഉടനെ നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ പായൊക്കെ അഴിച്ച് വണ്ടി സെറ്റാക്കി ഇട്ട് കൊടുക്കാം. ലോഡ് ഇറക്കി തുടങ്ങിയപ്പോഴേ വണ്ടികൾ ഒരുപാട് ഓർഡറായിട്ട് വന്നു. പടപട അണ്ണന്മാർ ലോഡൊക്കെ ഇറക്കി. ലാസ്റ്റ് ഒരു വണ്ടി വന്ന് അതിൽ നമ്മുടെ വണ്ടിയിലിരിക്കുന്ന എല്ലാം ഇറക്കി തീർക്കുകയാണ്. ഇറക്കി തീർന്ന ഉടനെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോയി അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് തിരുനെൽവേലിക്ക് പോകുന്നതായിരിക്കും. ശങ്കറിൻ്റെ കൂട്ടല്ല ഗൈസ് അൾട്രാടെക്. ചെന്ന ഉടനെ പടപട ഇറക്കി വിടുകയാണ്. നമ്മളൊരു 10 മണി 11 മണി ആയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി കാലിയായി. അൾട്രാടെക് ആയതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു 4 ട്രിപ്പ് വെക്കാൻ പറ്റുന്നുണ്ട്. ശങ്കർ ഓടിക്കൊണ്ടിരുന്നപ്പോൾ 2 ട്രിപ്പ് 3 ട്രിപ്പ് എടുക്കുന്നത് തന്നെ കഷ്ടിച്ചാണ്. അത് നമുക്ക് അങ്ങനെയുള്ള ഗോഡൗൺ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇറക്കിയിട്ട് പെട്ടെന്ന് വരാൻ പറ്റത്തുള്ളൂ. അൾട്രാ അടിപൊളിയാണ് ഗൈസ്.